ഈ മന്തിലെ രണ്ടാമത്തെ കല്യാണം. അയ്യോ എൻ്റെ അല്ല കേട്ടോ, ഇന്നും വേറൊരു ഫ്രണ്ടിൻ്റെ കല്യാണമാണ്. കല്യാണത്തിന് ശേഷം 1-2 പരിപാടി കൂടെ ഉള്ളത് കൊണ്ട് ഞാനൊന്ന് സിമ്പിളായിട്ട് പോകാനാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഗെറ്റ് റെഡി വിത്ത് മീ. ഇതൊരു ലിപ് ടിൻ്റാണ്. നമ്മളിതിട്ട് നമുക്ക് എക്സാക്റ്റ് ആ ഒരു കളർ കിട്ടും ലിപ്സ്റ്റിക്കിൻ്റെ. ഇനി ഇതിൻ്റെ പുറത്തൂടെ നമുക്ക് ലിപ്സ്റ്റിക് ഇട്ട് കൊടുക്കാം. ബ്ലഷ്, പൊട്ട് ഇത് വേണോ അതോ ഇത് വേണോ? ഇരിക്കട്ടെ. ഓക്കെ, ഇനി കണ്ണിൽ ഞാൻ കരി എഴുതുന്നില്ല, പകരം ഒരു ബ്ലാക്ക് ഡ്രസ്സിലായി. ഓക്കെ, ഇതെൻ്റെ പുതിയ കുർത്തയാണ്. ആ കാശൊക്കെ വന്നപ്പോൾ നല്ല ഭംഗിയല്ലേ കാണാൻ. പിന്നെ ഞാനൊരു ബ്ലാക്കിന് മാച്ച് ആയിട്ട് കിട്ടുന്ന വെച്ചൊരു ബ്ലാക്ക് നെയിൽ പോളിഷ് അടിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ഞാനൊരു ബ്ലൂ ലേഡിയുടെ ഒരു പെർഫ്യൂം, സുഡിയോയുടെ ഒരു പെർഫ്യൂം അടിച്ചു കൊടുത്തു. എനിക്ക് പെർഫ്യൂം ഭയങ്കര ഇഷ്ടമായതുകൊണ്ട്. പക്ഷേ രണ്ടിൻ്റെ മണം കൂടെ വന്നപ്പോൾ എനിക്ക് വല്ലാത്തൊരു സ്മെല്ല് തോന്നി. പിന്നെ ബോഡി ലോഷൻ ഞാൻ എൻ്റെ സ്കിൻ ഡ്രൈ ആയിട്ട് യൂസ് ചെയ്യുന്നുണ്ട്. പിന്നെ ഹെയർ ഇതിൻ്റെ കൂടെ അഴിച്ചിട്ടുണ്ടായിരിക്കും നല്ലതെന്ന് വിചാരിച്ചിട്ട് ഞാൻ ഹെയർ അഴിച്ചിട്ടുണ്ട് സ്പ്രേ. പിന്നെ നോക്കിയപ്പോൾ സമയമൊന്നും ആകത്തോണ്ട് പിന്നെ ഹെയർ ഒന്ന് ക്രിംപ് ചെയ്തിടാന്ന് വിചാരിച്ചു. പിന്നെ ഫ്രണ്ട് പോർഷൻ ഒന്ന് ക്രിംപ് ചെയ്തിട്ടുണ്ടായിരുന്നു. സെറ്റ് ചെയ്ത് കൊടുക്കാം. സെറ്റിംഗ് സ്പ്രേ സിമ്പിളായിട്ട് പോകുന്ന കരുതി കേട്ടോ ഞാൻ ഈ കുർത്ത ഇട്ടത്. പക്ഷേ മേക്കപ്പ് ചെയ്ത് വന്നപ്പോൾ സിമ്പിൾ കുറച്ച് കൂടിപ്പോയോ എന്ന് എനിക്ക് ഡൗട്ട് ഉണ്ടായിരുന്നു. ഞാൻ ഈ ഒരു ഹിൽസാണ് കേട്ടോ ഇതിനോട് പെയർ ചെയ്ത് കൊടുത്തത്. പിന്നെ ഞാൻ വണ്ടിയിലാണ് പോയിട്ടുണ്ടായിരുന്നത്. ഇലക്ഷനായിട്ട് റോഡിൽ അത്യാവശ്യം തിരക്കൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. പിന്നെ അവിടെ എത്തി ഫ്രണ്ട്സിനൊക്കെ കണ്ടു കുറേ നേരം കേട്ടോ എല്ലാവരും ഒരുമിച്ച് കാണുന്നത്. പിന്നെ ഫുഡൊക്കെ കഴിച്ചു. അപ്പോൾ അതുപോലെ കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തിട്ട് ഞാൻ വീട്ടിലോട്ട് വന്നു.